രാജ്യം ഞെട്ടുന്നു. BJP മന്ത്രിസഭ ഞെട്ടിവിറക്കുന്നു. നെടും തൂണായ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാക്ക് COVID-19 സ്ഥിരീകരിച്ചിരിക്കുന്നു. ഇത് അമിത്ഷാ തന്നെ നേരിട്ട് ട്വിറ്ററിലൂടെ വെളിപ്പെടുത്തിയപ്പോൾ ആശങ്കയുടെ മുൾമുനയിലാണ് സംഘപരിവാർ ലോകം. അമിത്ഷായുമായി ഇടപഴകിയ കേന്ദ്രമന്ത്രിമാർ ആശങ്കയുടെ മുൾമുനയിൽ. പ്രായം അധികരിച്ച ആളുകൾക്ക് കോവിഡ് ബാധിച്ചു കഴിഞ്ഞാൽ മരണത്തിലേക്ക് വരെ സാധ്യതയുണ്ട് എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ടുകൾ രാജ്യത്തിനകത്ത് നിന്ന് തന്നെ പുറത്തു ഇത് ആശങ്കയുടെ മുൾമുനയിലേക്ക് തന്നെയാണ് BJPയെ കൊണ്ടുപോകുന്നത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാക്ക് കൊറോണ സ്ഥിരീകരിച്ചതോടുകൂടി രാജ്യം ഉറ്റുനോക്കുന്നു അമിത്ഷാക്ക് എന്ത് സംഭവിക്കും എന്നുള്ളത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്ക് COVID-19 എവിടെ നിന്നാണ് വന്നത് എന്നുള്ളതിന്റെ കാര്യം ഇതുവരെ പുറത്തു വന്നിട്ടില്ല. എന്നാൽ രാമക്ഷേത്ര നിർമ്മാണത്തിന്റെ തിരക്കിട്ട പണികൾ ചെയ്യുന്ന അയോധ്യയിൽ യോഗി ആദിത്യനാഥിന്റെ UPയിൽ യോഗിയുടെ ഉറ്റ സുഹൃത്തായിട്ടുള്ള കമല റാണി വിദ്യാഭ്യാസ സാങ്കേതിക മന്ത്രി COVID-19 ബാധിച്ച് മരിക്കുന്നു. BJP പാളയത്തിൽ ആശങ്കയുടെ മുൾമുന നിലനിൽക്കുന്ന മഹാസാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. കോവിഡ് ബാധിച്ച് UP മന്ത്രി മരിക്കുന്നു. അത്ര നിസ്സാരമായ കാര്യമല്ല അത്. രാമക്ഷേത്രത്തിന് വേണ്ടിയിട്ട് യോഗി ആദിത്യനാഥിന്റെ പിന്നിൽ നിന്നുകൊണ്ട് അതിനു വേണ്ടിയിട്ട് പെടാപ്പാടുപെട്ട കമല റാണിയാണ് മരിക്കുന്നത്. അത് BJP പാളയത്തിൽ വലിയ ഞെട്ടൽ തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നരേന്ദ്രമോദി തന്നെ രാമക്ഷേത്രത്തിനുള്ള പണികൾ കഴിഞ്ഞിരിക്കുന്നു, ഇനിയാണ് രാമക്ഷേത്രം വരാൻ വേണ്ടി പോകുന്ന ദിനങ്ങളെന്ന് തുറന്നടിച്ചു പറയുന്ന സമയത്ത് തന്നെ BJP പാളയത്തിൽ കൊറോണ വേട്ടയാടൽ നടത്തുന്നു എന്നുള്ളത് ഞെട്ടിപ്പിക്കുന്ന കാര്യം തന്നെയാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധി തന്നെയാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ അവർക്ക് നൽകുന്നുള്ളത്. BJPയുടെ നെടും തൂണായിട്ടുള്ള അമിത്ഷാക്ക് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്ന ഈ നിമിഷം അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പൂജക്ക് അമിത്ഷാക്ക് എത്താൻ പറ്റില്ല എന്നുള്ള ഏറ്റവും വലിയ സങ്കടം അവിടെ നിൽക്കുന്നുണ്ട്. യോഗി ആദിത്യനാഥിന് രാമക്ഷേത്രത്തിന്റെ പൂജക്ക് എത്താൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കമല റാണിയുമായിട്ട് ഇടപഴകിയത് കൊണ്ട് തന്നെ യോഗി ആദിത്യനാഥിന് രാമക്ഷേത്രത്തിന്റെ പൂജയിലേക്ക് എത്താൻ പറ്റില്ല എന്ന് തന്നെയാണ് അതിന്റെ വസ്തുത. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ആഡംബരത്തോടുകൂടി വിളിച്ചു പറഞ്ഞ് അട്ടഹസിച്ചുകൊണ്ട് രാമക്ഷേത്രം വരുന്നു എന്ന് വിളിച്ചു കൂവിയവർക്ക് രാമക്ഷേത്രത്തിന്റെ പൂജയിൽ പങ്കെടുക്കാൻ പറ്റാത്തത് വലിയ തിരിച്ചടി തന്നെയാണ്. അതിനോടൊപ്പം എടുത്തു പറയേണ്ടത് കൊറോണയെ തോൽപ്പിക്കാൻ പ്ലേറ്റ് കൊട്ടുക, തെരുവിലിറങ്ങി മുദ്രാവാക്യം വിളിക്കുക, ഗോമാതാവിന്റെ മൂത്രം കുടിക്കുക, ചാണക കേക്ക് തിന്നുക എന്ന് പറഞ്ഞ് പാവപ്പെട്ട അണികളോട് വിഡ്ഢിത്തം പുളമ്പിയവർക്ക് തന്നെ കൊറോണ വരുമ്പോൾ ഇനി എന്തുണ്ട് നിങ്ങൾക്ക് മറുപടി? ഏത് ദൈവമാണ് നിങ്ങളെ രക്ഷിക്കുന്നത്? പശുവിന്റെ പേരിൽ മനുഷ്യരെ വേട്ടയാടി തിന്ന നിങ്ങൾക്ക് ഇത് തിരിച്ചടിയുടെ ലോകം തന്നെയാണ്. അമിത്ഷാക്ക് ചിലപ്പോൾ കോവിഡ് ഭേദമായേക്കാം, അമിത്ഷാ ചിലപ്പോൾ കോവിഡ് മുക്തതയിലേക്ക് കടന്നു വന്നേക്കാം. പക്ഷേ ഇവരെ പോലെയുള്ള ചില നേതാക്കൾ സമൂഹ മാധ്യമങ്ങളിലൂടെയും അല്ലാതെയും പ്രചരിപ്പിച്ച പച്ച നുണകളുണ്ടല്ലോ, വ്യാജ പ്രചരണങ്ങളുണ്ടല്ലോ. ചാണക കേക്ക് കഴിച്ചാൽ, ഗോമൂത്രം കുടിച്ചു കഴിഞ്ഞാൽ, ചാണകം തിന്നു കഴിഞ്ഞാൽ കോവിഡ് ഭേദമാകുമെന്ന് പറഞ്ഞ ഇവരെ പോലെയുള്ള ചില നേതാക്കന്മാരുണ്ടല്ലോ, അവരോടാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. ഇതൊക്കെ കഴിച്ച, ഇതൊക്കെ കുടിച്ച നിങ്ങൾക്ക് എങ്ങനെയാണ് പിന്നെ കോവിഡ് വന്നത്? അതാണ് ഞങ്ങളെപ്പോലെയുള്ള ആളുകൾ എപ്പോഴും വിളിച്ചു പറഞ്ഞത്, ഈ സംഘികളെ വിശ്വസിക്കരുത് എന്ന്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.